2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഫുൾ കമ്പനി സർവീസ്. 1 ലക്ഷം ഓടി, അതിൻ്റെ മേജർ സർവീസ് എല്ലാം ചെയ്ത് വെച്ച് നിങ്ങളെടുത്താൽ നോർമൽ സർവീസ് ചെയ്ത് ഓടിച്ചാൽ അല്ല. ഇത് നിങ്ങൾക്ക് മൈലേജ് കിട്ടുക ഒരു 15ൻ്റെ അകത്തൊക്കെ ആയിട്ടാണ് കിട്ടുക. ഏകദേശം അത്രയും മാക്സിമം കിട്ടുള്ളൂ. പക്ഷേ ഒരു 20ൻ്റെ അടുത്ത് മൈലേജ് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഹോണ്ട മൊബൈലിയോ. ടയർ 4 പുത്തൻ ടയർ കേട്ടോ, പുതിയ മാറ്റമാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്, പുറത്തേക്ക് എടുത്തിട്ട് പോലും കേട്ടോ, എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ 5 നല്ല അടിപൊളി ടയർ, 5 പുത്തൻ ടയർ. എടുക്കുന്ന പാർട്ടി സർവീസ് ചെയ്യുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നമ്മൾ വണ്ടൂർ കാർസിലെ കിഷോർ റട്ടൻ്റെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ. വണ്ടൂർ കാർസ് സ്ഥലം പോലെ തന്നെ വണ്ടൂരാണ്, മലപ്പുറം ജില്ലയിൽ വണ്ടൂർ അല്ലേ, സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് ഷോറൂമിന് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് വീഡിയോ ചെയ്യുന്നൊരു ഷോറൂമാണ്. കിഷോർ റട്ടനെ പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൂപ്പര് ഒരു 10-20 വർഷം മെക്കാനിക്കായിട്ട് തന്നെ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ വണ്ടിയുടെ എല്ലാ വശങ്ങളും അറിയുന്ന ഒരു മനുഷ്യനാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. ഓരോ അല്ലേ, എടുക്കാൻ വന്നാലും സംശയത്തിന് വിളിച്ചാലും ഒക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വണ്ടൂർ ടൗൺ എത്തുന്നതിന് മുന്നേ അല്ലേ, നിലമ്പൂരിൽ വണ്ടൂർ എത്തുന്നതിന് മുന്നേ പിന്നെ ഇവിടെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ സിറ്റി പാലസ്, വണ്ടൂർ ഒറ്റ ബാറുള്ളൂ. സിറ്റി പാലസ് പറഞ്ഞൊരു സിറ്റി ബാർ ഹോട്ടല് നേരെ ഓപ്പോസിറ്റാണ്. പക്ഷേ ഓക്കെ, സിറ്റി പാലസ് ബാർ ഹോട്ടലിൽ നേരെ ഓപ്പോസിറ്റ് വണ്ടൂർ കാർസ്. എല്ലാ സെഗ്മെൻ്റ് വണ്ടികളും ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഇവിടെ കാണാൻ കഴിയും. മാരുതി 800 ഉണ്ട്, മൊബൈലുണ്ട്, ബൊലേറോ ഉണ്ട്, എല്ലാം ഉണ്ട്, ഡസ്റ്റർ, അങ്ങനത്തെ എല്ലാ വണ്ടികളും ഉണ്ട്. ബാക്കി ഡീറ്റെയിൽ നമുക്ക് കണ്ടുപോകാം. പക്ഷേ ഇവിടെ എന്തായാലും വർഷം അവസാനമാറായി. നമുക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് വിലയിൽ കൊടുക്കാൻ പറ്റും. എല്ലാം മാക്സിമം കുറച്ച് നമ്മൾ കൊടുക്കുന്നത്, മാക്സിമം എല്ലാ വണ്ടിയിലും. കാരണം നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം. അതെ, എല്ലാ വണ്ടി നല്ല ക്ലിയർ. അതുപോലെ തന്നെ നമ്മൾ ആക്സിഡന്റ് വണ്ടികൾ നമ്മൾ എടുത്തില്ല. വെള്ളം കയറുക, ടോട്ടൽ ലോസ്, കിലോമീറ്റർ പുറകിലേക്ക് വലിക്കുക, ഈ വണ്ടികളൊന്നും നമ്മൾ എടുത്തില്ല. ഓക്കെ, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കില്ല കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ബാക്കി കണ്ടു നോക്കാം ഡീറ്റെയിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വിട്ടുപോകരുത്. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അല്ലേ. ആദ്യ വാഹനം ലിവ ക്രോസ് ആണ്, KL 11 രജിസ്ട്രേഷൻ. നല്ല അടിപൊളി ബ്ലാക്ക് ക്രോസ് അല്ല, അടിപൊളിയാണ്, നീറ്റ് വണ്ടി, നീറ്റ്. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014 മോഡൽ ജി വേരിയന്റ് പെട്രോള്, ജി ആണ് ജി വേരിയന്റ് പെട്രോള്. അല്ലെങ്കിൽ വീലും കാര്യമൊക്കെ ജിയിലെ ഓപ്ഷൻസ് തന്നെ വരും വണ്ടിക്ക്. അതുപോലെ 4 ടയർ, ഏകദേശം 80% ടയർ ഭാഗങ്ങൾ വരുന്ന. ഓക്കെ, വെറും 54 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. വെറും 54 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2014 54 മാത്രമേ ഓടിയിട്ടുള്ളൂ. പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് പോയത്, ഫുൾ കമ്പനി സർവീസ്, ഒരു സർവീസും പുറത്ത് ചെയ്തിട്ടില്ല. അതായത് കമ്പനി സർവീസ് എന്ന് പറയുമ്പോൾ ഫുൾ ഹിസ്റ്ററി കറക്റ്റ് ഉണ്ട്, പക്കാ ഹിസ്റ്ററി. പീരിയോഡിക് കറക്റ്റ് പോയാൽ കറക്റ്റ് കമ്പനി സർവീസിൻ്റെ. ഓക്കെ, അത് എടുത്ത് കൊടുക്കാമല്ലോ അല്ലേ. പിന്നെ നമ്മൾ എടുത്താണ് ഹിസ്റ്ററി, നമ്മൾ എടുത്ത വണ്ടി കയ്യിലുണ്ട്. ഓക്കെ, എന്നാലും വണ്ടിയുടെ ഒരു നീറ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അത്രയും നീറ്റിലാണ് വണ്ടി ഉള്ളത്. 54,000 ഓടിയ 2014 ജി ഓപ്ഷൻ ലിവ ക്രോസ് ആണ്. മൈലേജ് ഒരു 12-15 കണ്ടാൽ 15 വരെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. ഒരു ക്ലെയിമില്ല, ഒരു ക്ലെയിം. ബമ്പർ ഹെഡ്ലൈറ്റ് അങ്ങനത്തെ ക്ലെയിമുകളൊക്കെ ഉണ്ട്. ബമ്പർ ഹെഡ്ലൈറ്റ് രണ്ടും മാറിയിട്ടില്ല. ബമ്പറും ഹെഡ്ലൈറ്റ്, 2 ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. 2 ഹെഡ്ലൈറ്റും ഈ ബമ്പറും ഈ ഗ്രില്ലും മാറിയതാണ്. ബാക്കിയുള്ള വാട്സുകൾക്കൊന്നും ക്രോസ് മെമ്പറിന് അടി വന്നോ? ഇല്ല, അങ്ങോട്ടും മാറിയില്ല. ഇവിടെ മാത്രം. റേഡിയേറ്ററിലൊന്നും അടി വന്നില്ലല്ലോ? ഇല്ല, ഈ ഗ്രില്ല്, ഇത് ഫ്രണ്ടത്തെ ഗ്രില്ല്, ആ ബമ്പർ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. കമ്പനി തന്നെ മാറിയത്, കമ്പനി തന്നെ, ഫുള്ള് കമ്പനിയിലാണ് മാറിയത്. ബോണറ്റോ? അതൊന്നും മാറില്ല. ബോണറ്റ് ആക്കിയുള്ള കാര്യങ്ങളൊന്നും, ഈ സാധനങ്ങൾ മാത്രമേ മാറിയുള്ളൂ. ഓക്കെ, ഫ്രണ്ട് ചെറിയൊരു അടി കെട്ടിയിട്ട് ഇത്രയും പാർട്ട് മാറിയിട്ടുണ്ട്. ഹിസ്റ്ററിയിലുണ്ട്, പക്ക ഹിസ്റ്ററിയാണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 390. 3,90,000 ചോദ്യം. ചെറിയ എന്തെങ്കിലും വ്യത്യാസം ചെയ്ത് കൊടുക്കും. ഓക്കെ, 3,90,000 ആസ്കിംഗ് ആണ്. 2014 ജി ഓപ്ഷൻ, 52,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. അതായത് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ സർവീസ് ഹിസ്റ്ററിയുള്ള ഒരു ക്രോസ് ലിവ കൊണ്ടുപോകാം. നല്ലൊരു അടിപൊളി ലുക്കാണ് വണ്ടിയുടെ. ഓക്കെ, മെക്കാനിക് അതുപോലെ അടിപൊളിയാണ്, ക്ലിയർ ആണ്. 3 ലക്ഷം ലോൺ കിട്ടും. 3,400 കൊടുക്കാറ് ബാങ്ക്. 3,400 വരെ ഉണ്ട്. ഒരു 65,000 രൂപ ഇറക്കണം. അടുത്തൊരു ബൊലേറോ കാണിക്കാം. KL 22 രജിസ്ട്രേഷൻ ആണ്, 7 സീറ്റർ വാഹനം. 2017 മോഡൽ ZLX ആണ് ഏറ്റവും ടോപ്പ് അല്ലേ? 17 ടോപ്പ് ZLX 2017 മോഡൽ. ഓണർഷിപ്പ് സിംഗിള്, ഫുൾ കമ്പനി സർവീസ്. 1 lakh കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 1 lakh പ്രോപ്പർ കമ്പനി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. ടയർ മേജർ കഴിഞ്ഞു, സർവീസ് കഴിഞ്ഞതാണ്. അതുപോലെ ടയർ ബാഗുകൾക്ക് 70-80% ടയർ ബാഗുകളുണ്ട്. വണ്ടി തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറൊക്കെ അഡീഷണൽ പുതിയ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. തുരുമ്പാണ് എടുത്ത് പറയേണ്ടത്. ബൊലേറോയുടെ തുരുമ്പാണ് എടുത്ത് പറയേണ്ടത്. അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടിയാണ്. മെക്കാനിക്കൽ ഭാഗം പെർഫെക്റ്റ് ആണ്, ഇന്ത്യൻ ഭാഗം പെർഫെക്റ്റ് ആണ്. ഓക്കെ, 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഫുൾ കമ്പനി സർവീസ്. 1 ലക്ഷം ഓടി, അതിൻ്റെ മേജർ സർവീസ് എല്ലാം ചെയ്ത് വെച്ച് നിങ്ങളെടുത്താൽ നോർമൽ സർവീസ് ചെയ്ത് ഓടിച്ചാൽ അല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു വണ്ടി ബൊലേറോ ZLX ഏറ്റവും ടോപ്പ് എൻഡ്. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 670 ആസ്കിംഗ് പ്രൈസ്.
6,70,000 ചോദ്യമാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് തരും. 6 lakh ലോൺ കിട്ടുമോ? 6 lakh ലോൺ കിട്ടുമോ? ഞാൻ കസ്റ്റമർക്ക് വേണ്ടി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് കിട്ടുമെന്ന് പറയാൻ കാരണം. അങ്ങനെ 6 ലക്ഷം വരെ വാഹനത്തിന് എന്തായാലും കിട്ടുന്നുണ്ട്. ബാക്കി നമ്മുടെ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് നമ്മളിപ്പോൾ ഒരു ബൊലേറോ 7 സീറ്റർ കണ്ടു. അത് നിങ്ങൾക്ക് മൈലേജ് കിട്ടുക ഒരു 15ൻ്റെ അകത്തൊക്കെ ആയിട്ടാണ് കിട്ടുക. ഏകദേശം അത്രയും മാക്സിമം കിട്ടുള്ളൂ. പക്ഷേ ഒരു 20ൻ്റെ അടുത്ത് മൈലേജ് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഹോണ്ട മൊബൈലിയോ ഡീസൽ KL5 കോട്ടയം വണ്ടി. എങ്ങനെയാണ് ഇത്? 2015 മോഡൽ, ഓണർഷിപ്പ് സിംഗിൾ കിടക്കുന്നത്. ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റുകളില്ല. എത്ര ഓട്ടം പോയി? 1,40,000 കിലോമീറ്റർ, 1,40 കമ്പനി സർവീസ്. ഹോണ്ട എഞ്ചിൻ ലൈഫ് ഉണ്ടായിരിക്കും, അതിനെ കുറിച്ച് ചിന്തിക്കണം. ടൊയോട്ട ഹോണ്ട സർവീസ് പോയിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസ്. ടയർ ഭാഗം 4 ടയർ ഒരു 90% 90% ടയർ ഭാഗങ്ങളുണ്ട്. അതുപോലെ നല്ല മെക്കാനിക്കൽ ഭാഗങ്ങളുമാണ്. എല്ലാ വർക്കും നമ്മൾ തീർത്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ ഇന്ത്യയിൽ ഭാഗങ്ങൾ നല്ല നീറ്റായിട്ട് കൊണ്ടുവരുന്ന എല്ലാം കണ്ടാലും നമുക്ക് മനസ്സിലാവും. അത് ഓടിക്കുമ്പോൾ ഫീൽ ഉണ്ട് ഈ വണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ടാക്സി പർപ്പസിൽ ഉപയോഗിക്കുന്ന കസ്റ്റമർ ഓൽക്കും സുഖമാണ്. ഒരു സാധനം ഒരു പാർട്സ് മാറിയില്ല. ഗ്ലാസോ ബോണറ്റോ ഒന്നും ബമ്പറുകളൊക്കെ ഓൾറെഡി മാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള പാർട്സുകളൊന്നും ബോഡി പാർട്സുകളൊന്നും മാറിയിട്ടില്ല. പിന്നെ നമ്മൾ എല്ലാ വണ്ടിയും ഗ്യാരണ്ടി എടുക്കുന്നുണ്ട്. മേജർ ആക്സിഡന്റുകൾക്ക് നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. അപ്പുറം പൊട്ടിക്കുക, പോസ്റ്റുകളൊക്കെ, ഡിവറിൽ കയറി ചേസ് ഉണ്ടാകുക, പിന്നെ ഫ്ലഡ്, ഇതിനൊക്കെ റീഫണ്ടാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഡോറ് മാറി ഗ്ലാസ് അങ്ങനത്തെ നല്ല റീഫണ്ട്. ഇത്രയും കേസുകളൊക്കെ നമുക്ക് 100% ഈ ഷോപ്പിൽ എല്ലാ വണ്ടിക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മൾക്ക് അറിയാതെ അങ്ങനെ വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യാതെ കൊടുക്കില്ല. ചില വണ്ടികൾ നമുക്ക് വരുന്ന വണ്ടി കിലോമീറ്റർ റോൾ ചെയ്ത വണ്ടിക്കാണ് വരിക. അങ്ങനെ ഞങ്ങൾക്ക് വന്ന വണ്ടികളാണെങ്കിൽ കസ്റ്റമറോട് നമ്മൾ എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ട് കൊടുക്കുക. ഞങ്ങൾ വണ്ടി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ അത്രയും ഉറപ്പിച്ച് പറയുന്നത് അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഇത് ഏത് ഓപ്ഷൻ? SMT ആണോ? ഇത് എസ് ആണ് വരുന്നത്. എസ് ആണ്. ഓക്കെ, മാനുവൽ ട്രാൻസ്മിഷൻ ആണ് SMT. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യമൊക്കെ വരും. വേറെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ടോ? വേറെ അഡ്ജസ്റ്റ്മെന്റ് വരില്ല. ഉറപ്പല്ലേ? ഇലക്ട്രോണിക് ആണോ അറിയാൻ ശ്രദ്ധിച്ചില്ല. ഒരു ഡൗട്ട് ഉണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. SMT വരുന്നില്ല. ഹോണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുക്കുന്ന വാഹനമാണ്. ഹോണ്ടയുടെ ബേസിക് ഫീച്ചേഴ്സ് തന്നെ ഒരുമാതിരി എല്ലാ വണ്ടിക്കും നല്ലോണം ഉണ്ടാവും. സെൻട്രലൈസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ ഓപ്ഷൻസും വർക്കിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 4,70,000 ആസ്കിംഗ് പ്രൈസ്. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് നമുക്ക് 4,70 ചോദ്യം. 2015 സിംഗിൾ ഓണർഷിപ്പ്, 1,40 കംപ്ലീറ്റ് കമ്പനി സർവീസ് ലഭിക്കുന്ന, മേജർ ആക്സിഡൻറ്റ് ക്ലെയിംസ് അങ്ങനത്തെ ഒന്നുമില്ലാത്ത ഒരു അടിപൊളി മിഡിൽ ഓപ്ഷൻ മൊബൈലിയോ 7 സീറ്റർ ഡീസൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. വണ്ടി അത്രയും നീറ്റ് തന്നെയാണ്. പിന്നെ 1,40 ഓടിയ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഹോണ്ടയെ സംബന്ധിച്ച് 1 കിലോമീറ്റർ അല്ല. ഞാനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി കൊണ്ട് 2,40 ഓടി. ഇപ്പോൾ വണ്ടി അനങ്ങിയിട്ടില്ല. മെക്കാനിക് WRV ഏതാ? ഞാൻ WRV ഉപയോഗിക്കുന്നു. WRV. ഓക്കെ, അപ്പോൾ നമുക്ക് ലോൺ എത്ര കയറുമല്ലേ? ഇതും ഒരു 4 ലക്ഷം നോർമൽ 70,000 കണ്ട് ഇറക്കാം. ടാറ്റ നെക്സോൺ വന്നിരിക്കുകയാണ്. KL1 രജിസ്ട്രേഷനാണ്, തിരുവനന്തപുരം. എങ്ങനെയാണ്? 2021 മോഡല്, ഡീസൽ, ഓട്ടോമാറ്റിക്. AMT ഓട്ടോമാറ്റിക് 2021 ഡീസൽ. അതായത് മൈലേജ് നല്ലോണം കിട്ടുന്ന വണ്ടിയാണ്. സേഫ്റ്റി ഉണ്ട്, മൈലേജ് ഉണ്ട്. അതെ, അതുപോലെ 70,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസാണ്. ഓക്കെ, നോർമൽ ഓട്ടോ. ആ ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് ആ ഒരു 4 വർഷമായി. നല്ല മെക്കാനിക്കാണ്. അതുപോലെ മൈലേജ് നേരത്തെ പറഞ്ഞ പോലെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് വണ്ടിക്ക്. 18-20 എന്തായാലും കിട്ടുമല്ലോ. തീർച്ചയായും കിട്ടുന്നുണ്ട്. നമ്മൾ ഓടിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ചെക്ക് ചെയ്തിരുന്നു വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ. അതേപോലെ ഇന്ത്യയിൽ വാങ്ങുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. XM ഓപ്ഷനാണ് ഈ വണ്ടി വരുന്നത്. XM ഓപ്ഷനാണ് വണ്ടി. സെക്കൻഡ് ഓപ്ഷനാണ് വണ്ടി വരുന്നത്. അതുപോലെ നല്ല മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ക്വാളിറ്റിയാണ് വണ്ടി. ഇത് നമ്മൾ 7,40 വണ്ടി കൊടുക്കാൻ പറ്റും. 7,40,000 രൂപയ്ക്ക് 2020 21 മോഡൽ ഡീസൽ നെക്സോൺ XM നിങ്ങൾക്ക് കൊണ്ടുപോകാം. 21 70,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടി. ഓക്കെ, ഒരു 6.25 ലോൺ കിട്ടും. 7 ലക്ഷം തന്നെ കിട്ടും. 7 ലക്ഷം തന്നെ കിട്ടും. 40,000 കണ്ട് ഇറക്കാൻ വരുന്നു പറയുന്നു. ഓക്കെ, 20 ലക്ഷം ചെയ്തിട്ടുണ്ടോ മുന്നേ ഈ വണ്ടി? ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 7 lakhs വണ്ടിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കിട്ടും. ഓക്കെ, മാരുതി സുസുക്കിയുടെ ഒരു സെഡാൻ വണ്ടി സിയാസ് ആണ്. KL6 രജിസ്ട്രേഷനാണ്. ഡീസലുമാണ് അല്ലേ? DDIs എഞ്ചിൻ. മാത്രമല്ല ഇത് ഹൈബ്രിഡ് ആണ്. പ്രത്യേക അതിഥി കൂടിയാണ്. ലാസ്റ്റ് പറഞ്ഞുതരാം. ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന 1,40,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസും ഒരു 90% ടയർ ഭാഗങ്ങൾ വരുന്ന നല്ല അടിപൊളി ഒരു വണ്ടി കൂടിയാണ്. ഏറ്റവും ടോപ്പാണ്. സെഡേ പ്ലസ് കൂടിയാണ് വണ്ടി വരുന്നത്. ഫുൾ ഹിസ്റ്ററി കമ്പനിയിലുണ്ട്. ഇതിന്റെ മേജർ സർവീസ് ഒക്കെ തീർന്നതാണ്. അതുപോലെ തന്നെ മെക്കാനിക് ഹൈ ക്വാളിറ്റി കൊണ്ടുവരുന്ന വണ്ടിയാണ്. മാത്രമല്ല ഇതിന്റെ കസ്റ്റമർ ഞങ്ങൾ ഈ വണ്ടി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന കസ്റ്റമർ ബുക്കിൽ
എണ്ണ അടിച്ചത് തൊട്ടിട്ട് എന്തൊക്കെ വർക്ക് ഈ വണ്ടിക്ക് ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് മൊത്തം മാനുവലായിട്ട് കസ്റ്റമർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഹോ ഹോ. അതുപോലെ ടയർ എത്ര ഓടി, ആദ്യത്തെ ടയർ ഏത് കമ്പനി ഇട്ടിട്ടുള്ളത്, ഇപ്പോഴത്തെ കമ്പനി ചെയ്തിട്ടു, അന്നത്തെ എത്ര മൈലേജ് കിട്ടി, ഈ ടയർ എത്ര മൈലേജ് കിട്ടി, പൊല്യൂഷൻ ചെയ്ത്, ഇൻഷുറൻസ് ചെയ്ത്, അന്ന് അത്ര പൊല്യൂഷൻ ചെയ്ത ഡേറ്റ് അടക്കം ഒരു മാനുവൽ ബുക്കിൽ കസ്റ്റമർ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടീനോട് അത്ര ഇഷ്ടം വരുമ്പോൾ അതെ അതെ, എല്ലാം എഴുതി വെച്ചിട്ട് കസ്റ്റമർ. ആ ബുക്ക് ഇപ്പോൾ നേരത്തെ ഉണ്ട് ഈ വണ്ടി. ശരി, ഓക്കെ. അതിൽ ക്വാളിറ്റി വണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഡീസലാണ്, ഹൈബ്രിഡ് ആണ്, 16 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 590 നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഇതിനുള്ളത്. അതിന് ചെറിയ വ്യത്യാസം നമുക്ക് വണ്ടി കൊടുക്കാം. ഓക്കെ, 590, 16 മോഡൽ 17 രജിസ്ട്രേഷൻ, ZA+ ഏറ്റവും ടോപ്പ് ആൻഡ് ഡീസൽ, ഒരു 20 മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു മാനുവൽ വാഹനമാണ്. 1.40 ഓടിയത്, ഫുള്ള് സർവീസ് ഹിസ്റ്ററി. പോരാത്തതിന് കസ്റ്റമറുടെ വകയുള്ള മാനുവൽ ബുക്കും വേറെയുണ്ട്, മാനുവൽ ബുക്ക് വേറെയുണ്ട്, വണ്ടി ഓടിച്ച് കൊണ്ടു നടന്നതിൻ്റെ. അപ്പോൾ അത്രയും ഒരു ക്ലീൻ പീസ് വണ്ടി തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു വാഹനം. ഓക്കെ, 5 lakh ലോണ് എബോവ് തീർച്ചയായും കിട്ടും. ഓക്കെ, മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. നല്ലൊരു സെഡാൻ വണ്ടി നല്ല മൈലേജിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലേ? അതെ അതെ. മാരുതി സുസുക്കി വാഗണർ അടുത്ത വാഹനമാണ്. KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ. നിലമ്പൂർ രജിസ്ട്രേഷൻ വണ്ടി KL 71 2022 മോഡൽ, 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, യാതൊരു റീപ്ലേസ്മെന്റ് അല്ല, പ്രോപ്പർ കമ്പനിയിൽ മാത്രം സർവീസ് കൊടുക്കണം വണ്ടി. ഓപ്ഷൻ VXI ആണ്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വാഹനം, 2022 ഫുൾ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വാഹനമാണ്. 1.1 ആണ്, 1 ലിറ്റർ. അപ്പോൾ മൈലേജ് എത്ര കിട്ടും? മൈലേജ് സാധാരണ ഒരു 17-18 കിട്ടണം. 1.1 ആണ്. 1.2 വരുന്നുണ്ട്. ഇച്ചിരി മൈലേജ് കുറയും, കുറച്ചൊരു മൈലേജ് പവർ കൂടും. ക്ലെയിമും കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. സീറോ ക്ലെയിം വാഹനം. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5.50 കൊടുക്കാം. 5.35 കൊടുക്കാം. 5,35,000 VXI 2022 1.1 വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. അതെ. എക്സ്റ്റൻഡ് വാറണ്ടി അങ്ങനെയൊന്നും ഇല്ലല്ലോ? എക്സ്റ്റൻഡ് വാറണ്ടി ചെക്ക് ചെയ്തത് വണ്ടി ഞാൻ എത്തിയുള്ളൂ. അവരൊരു വലിയൊരു വണ്ടി ഇവിടുന്ന് പർച്ചേസ് ചെയ്തപ്പോൾ കസ്റ്റമർ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താൽ. ഓക്കെ, 5.35 ഒരു 4.45 വരെയൊക്കെ ലോൺ കിട്ടൂലേ? തീർച്ചയായിട്ടും. ഹോണ്ട WRV KL 17 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2017 മോഡൽ തന്നെയാണ്. മോഡൽ 2017 ഡീസൽ SC വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. മിഡിൽ ഓപ്ഷൻ ഡീസലാണ്. നല്ല ക്വാളിറ്റി, അഡീഷണൽ അലവിലൊക്കെ നല്ല ബ്രാൻഡഡ് അലവിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടയറും അത്യാവശ്യം നല്ല ടയറും ഭാഗങ്ങളുണ്ട്. ഫ്രണ്ടിൽ നല്ല അടിപൊളി ടയർസ് ആണ്, പുറകിലൊരു ആവറേജ്. അതെ, നല്ല ക്വാളിറ്റി, മെക്കാനിക് ക്വാളിറ്റി ഉണ്ട്. ഏകദേശം 1,60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പ്രോപ്പർ കമ്പനി സർവീസാണ് വണ്ടിയുടെ, ഫുള്ള് കമ്പനി സർവീസാണ് വണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ടച്ച് സ്ക്രീൻ സെറ്റും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഇതിന് നമ്മൾ 5.90 നമ്മൾ വില പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്തെങ്കിലും മാറ്റി നമുക്ക് കൊടുക്കാം. ഡീസലാണ്. ഡീസൽ എന്ന് പറയുമ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും, 20 above മൈലേജ്. അതെ, തീർച്ചയായിട്ടും. ഹോണ്ട ഡീസൽ ഒരു 5.5 ലക്ഷം രൂപയുടെ അടുത്ത് ലോണും പ്രതീക്ഷിക്കാം. മാക്സിമം കയറുന്നുണ്ട് അല്ലേ? മാക്സിമം ലോണും കയറും ഹോണ്ട ആയതുകൊണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് കിയയുടെ സോണറ്റ് ആണ് അടുത്ത വാഹനം. KL 25 രജിസ്ട്രേഷൻ. ആദ്യമായിട്ടാണ് ഞാൻ വണ്ടൂർ കാസിൽ കിയ കാണുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. വീഡിയോ ചെയ്തിട്ടില്ല. എങ്ങനെ കാര്യങ്ങൾ? ഇത് 2020 മോഡല് വണ്ടിയാണ്. ഡീസലാണ്. HTK+ ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. HTX+ അതിന്റെ താഴെ വരുന്നത് അല്ലേ? ഇത് HTK+ ആണ് വരുന്നത്. ഡീസലാണ്. ഓണർഷിപ്പ് സിംഗിൾ. 52,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ കമ്പനി സർവീസാണ്. സീറോ ക്ലെയിമാണ് വണ്ടി ഉള്ളത്. നല്ല മൈലേജ് ഉണ്ടാവും. 18 മൈലേജ് കിട്ടും. IMT അല്ലല്ലോ? അല്ലല്ല, മാനുവൽ ഗിയർ ആണ്. അപ്പോൾ എന്തായാലും മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. 20 കിലോമീറ്റർ നോർമൽ പ്രതീക്ഷിക്കും. കിട്ടും. നോർമൽ ഓട്ടോ പോയിട്ടുള്ള ഒരു ഡീസൽ വണ്ടിയിൽ നോർമൽ ഓട്ടം, ഫുൾ കമ്പനി സർവീസ്. ഇതിൽ ടോപ്പിലേക്ക് പോകുമ്പോൾ വെന്റിലേഷൻ സീറ്റ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സൺറൂഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്രയും മാറ്റങ്ങൾ. അലോയ്സ് ഉണ്ടാവില്ല അല്ലേ? അലോയ്സ് ഉണ്ടാവും. ഓക്കെ. ഇതിപ്പോൾ എത്ര? അലോയ്സ് പോലത്തെ അലോയ്സ് തന്നെ ഉണ്ട്. ഇതിന് കാണുമ്പോൾ അലോയ്സ് തന്നെയാണ്. അതൊരു പ്ലേറ്റ് അലോയ്സ് അങ്ങനെ രീതിയിൽ പറയാം. സാധാ ഡിസ്ക് അല്ല വരുന്നത്, ആ രീതിയിലാണ്. ഓക്കെ. അപ്പോൾ ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 9.60 കൊടുക്കും. 9.60 2020 ഡീസൽ HTK+ ഓപ്ഷൻ. വെറും 52,000 കിലോമീറ്റർ ഓടിയിട്ടു. ടയർ 4 പുത്തൻ ടയർ കേട്ടോ. പുതിയ മാറ്റമാണ്. പുറത്തേക്ക് എടുത്തിട്ട് പോലും കേട്ടോ. എടുത്തിട്ടില്ല. ഓക്കെ. അപ്പോൾ 5 നല്ല അടിപൊളി ടയർ, 5 പുത്തൻ ടയർ. എടുക്കുന്ന പാർട്ടി സർവീസ് ചെയ്യാൻ ഓടിക്കുക അത്രേ ഉള്ളൂ. ഓക്കെ. ലോണ് ഒരു 9 lakh കിട്ടും. 9 lakh കിട്ടും. എത്ര തോന്നുമ്പോൾ ഞങ്ങൾ ബാങ്കിൽ ചോദിച്ചു 8 തരാമെന്ന് പറഞ്ഞു. പിന്നെ നല്ല കസ്റ്റമർക്ക് എന്തായാലും കൂട്ടി കൊടുക്കാൻ പറ്റും. 9 അടുത്ത് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. വിറ്റാര ബ്രസ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് കാര്യങ്ങൾ? 2018 മോഡൽ ഡീസൽ 19 രജിസ്ട്രേഷൻ വരുന്ന. ഇതും ഡീസലാണല്ലേ? ഡീസൽ 80,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് ഉണ്ട് വണ്ടി കേട്ടോ. 19 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 18 മോഡൽ 19 രജിസ്ട്രേഷൻ. ഡെലിവറി ഒക്കെ 19. ഏത് ഓപ്ഷൻ? VDI ഓപ്ഷൻ.
മിഡിൽ ഓപ്ഷൻ അല്ല, വീഡിയോ വീഡിയോ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിളാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. സ്ഥിരം എടുത്തതാണ്. കിലോമീറ്റർ ജെന്യൂനാണ്. 80 കിലോമീറ്റർ 80,000 പ്രോപ്പർ കമ്പനിയിൽ സർവീസ് ചെയ്തിരിക്കുന്നത്. 2 പുത്തൻ ടയർ. ബാക്കിലൊരു 70-80% ബാക്കിലും ടയറുകളുണ്ട്. മൊത്തത്തിൽ മെക്കൽ പ്രശ്നങ്ങളൊക്കെ തീർത്താണ്. ബുഷുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയതാണ്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഫുൾ കമ്പനി സ്ഥിരയിലുണ്ട്. ഒന്നും ഇതുവരും പുറത്തേല്ലോ. നല്ല സർവീസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. എന്തായാലും ജെനുവിൻ കിലോമീറ്റർ ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടാണ് പക്കാ സാർ. 80,000 ഫുൾ സർവീസ് ഹിസ്റ്ററി. 80,000 കഴിഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി 90,000 സർവീസ് ചെയ്താൽ മതി. VDI ഡീസൽ ബ്രസ, ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഒരു ക്ലെയിമും ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് അല്ല, സിംഗിൾ ഓണർഷിപ്പിൽ 18 മോഡൽ 19 രജിസ്ട്രേഷൻ VDI ബ്രസ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,000 ആസ്കിംഗ് പ്രൈസ്. 7,25,000 രൂപ ചോദ്യമാണ്. പ്രൈസ് എന്തായാലും നെഗോഷ്യബിളാണ്. ഓക്കെ. 6,500 ലോൺ കിട്ടും? 6,500 6,000 നോർമൽ പ്രതീക്ഷ. 6 വരെ നമുക്ക് നല്ല മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. എക്സ്പ്രസോ ആണ്, KL 29 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ? 2020 മോഡൽ. ഓക്കെ. വെറും 10,000 കിലോമീറ്റർ ഓടി. 20-ൽ 10,000 മാത്രമേ വെറും 10,000 കിലോമീറ്റർ ഓടി. 4 വർഷം കൊണ്ട് വെറും 10,000 ആൾക്കാർ പുറത്തിരുന്നു. വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ആ 10,000 കിലോമീറ്ററിൻ്റെ ഓട്ടത്തിൽ തേയ്മാനം മാത്രം വന്ന 5 ടയർ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുന്ന ടയറുകളാണ്. 5 ടയർ അതിൻ്റെ ഓട്ടം വന്ന ടയറിൻ്റെ 5 അല്ല 4 റൊട്ടേഷനിലാണ്. സ്റ്റെപ്പിനടക്കം റൊട്ടേഷൻ ചെയ്യും. ശരിക്കും സ്റ്റെപ്പിനടക്കം അങ്ങനെ വന്ന ടയർ വാങ്ങാൻ. അല്ല, ആ ഒരു ഡൗട്ട് വെച്ചോട്ടെ. സ്റ്റെപ്പിന് നമ്മളിപ്പോൾ തൊടാണ്ട്, ടയർ മണ്ണും തൊടാണ്ട് ഉള്ളിൽ സൂക്ഷിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു 4-5 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അത് നഷ്ടപ്പെടും. പക്ഷേ എൻ്റെ വണ്ടിക്ക് ഞാൻ എടുക്കുമ്പോൾ സ്റ്റെപ്പിന് തൊട്ടില്ലായിരുന്നു. തൊട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ 4 ടയർ ഒരുമിച്ച് മാറ്റുമ്പോൾ 3 ടയർ വാങ്ങി. ഒരു കുഴപ്പമില്ല. പക്ഷെ ബെൻഡ് വരും സാധാരണ. അതാണ് നമ്മൾ ഇയർ ബാക്ക് ടയറുകളൊക്കെ എടുക്കുമ്പോൾ പ്രശ്നം. അതിൻ്റെ ആ സോഫ്റ്റ് പോകും, നഷ്ടപ്പെടും. അത് നമുക്ക് ഇയർ ബാക്ക് ടയറുകൾ കിട്ടുമല്ലോ. വേറെ ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് അതും ഇപ്പോൾ ഓടി, അതും ഇപ്പം മാറ്റി. ഞാൻ 19,000 കിലോമീറ്ററിൻ്റെ മേലെ ഓടിയപ്പോൾ മാറ്റി കഴിഞ്ഞു. സാധാരണ അതാണ് ഇതിൻ്റെ പ്രധാനം. ഇപ്പോൾ ഇയർ ബാക്ക് ടയറുകൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടും. അതിൻ്റെ കാരണം അതാണ്. കാരണം ഒരു പഴക്കം വന്നു ടയറിൻ്റെ ആ സോഫ്റ്റ് നഷ്ടപ്പെടും. ഭയങ്കര ഹാർഡായി കാരണം. അപ്പോൾ സ്റ്റെപ്പിന് റൊട്ടേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിങ്ങനെ വർക്ക് ചെയ്യാതെ നിൽക്കുമ്പോൾ ഒരേ ലെവലിൽ കിടക്കുമ്പോൾ അതിനേശം പഴക്കത്തിൻ്റെ ഫീല് വരും. അതുപോലെ ടയറിൽ വിള്ളൽ തുടങ്ങും. അതിനുള്ള റബ്ബറൊക്കെ ഇച്ചിരി പഴക്കം വരുമ്പോൾ എല്ലാത്തും ക്വാളിറ്റിയൊക്കെ കാണും. ചിലപ്പോൾ പൊട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഇത് റൊട്ടേറ്റ് ചെയ്യണുണ്ടായി. നമ്മൾ സ്റ്റെപ്പിന് പുറത്തേക്കില്ല. സ്റ്റെപ്പിനൊക്കെ പുറത്ത് 5-6 വർഷം 8 വർഷമൊക്കെ സ്റ്റെപ്പിന് പുറത്തേക്കാത്ത വണ്ടികളുണ്ടാകും. അപ്പോൾ ആ ടയർ നമുക്ക് സ്റ്റെപ്പിന് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. നമുക്കത് വണ്ടിയിൽ സ്ഥിരമായിട്ട് ഓടിക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മാറ്റം ആ ടയർ കാണിക്കും. അത് ശരി. ഓക്കെ. എന്തായാലും ഇതേ ഓപ്ഷൻ. ഇത് VXI ഓപ്ഷൻ വണ്ടിയാണ്. അഡീഷണൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഓക്കെ. ഒരു പുതിയ വണ്ടി എടുക്കുന്ന അതേ ഫീൽ എടുക്കാൻ പറ്റാവുന്ന 0 ക്ലൈമാണ് വണ്ടി. 10,000 മാത്രം ഓടിയിട്ടുള്ളത്. 4,10 നമ്മളിന്റെ വില പറയുന്നത്. എന്തെങ്കിലും നോർമൽ വ്യത്യാസം നമുക്ക് വണ്ടി കൊടുക്കുന്നത് 2020 മോഡൽ 4,10 ഇൻഷുറൻസ് നിലവിലില്ല. നമുക്ക് പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യും. വെറും 10,000 കിലോമീറ്റർ ഒരു വൈറ്റ് എക്സ്പ്രസോ VXI. ഓക്കെ. ലോൺ ഒരു 3.5 കിട്ടും. 3.5 ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാനാണ്. പുതിയ വണ്ടിയല്ലേ, 1000 cc ആണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. സെയിം വേഗത. വേഗം എഞ്ചിൻ അതെ. ഓക്കെ. ഇന്നോവ ക്രിസ്റ്റ ഒരു വലിയ വാഹനം വന്നിരിക്കുകയാണ്. KL 33 ആയതാണോ ഇത്? അല്ല, ഒറിജിനൽ കേരള വണ്ടി. ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ്. ഇവിടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കസ്റ്റമറുടെ വീടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ഈ ഷേപ്പ് ഞാൻ ആക്കിയതാണ്, ഇടിച്ചിട്ടാക്കിയതല്ല. അതിന് ഓൾഡ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ടൈം സ്റ്റാമ്പ് ക്യാമറയിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റമർ പറയണ്ട ഷേപ്പ് ആക്കിയത് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. 2017 മോഡലാണ്. G4 ആണ്. മാനുവലാണ് വണ്ടി ഉള്ളത്. G4 മാനുവലാണ്. 1,000 വണ്ടി ഓടിയിട്ടുള്ളത്. 1,05,000 വരെ പ്രോപ്പർ കമ്പനി സർവീസ്. 2 സർവീസ് 5 കിലോമീറ്റർ മാറിങ്ങാണ്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, വലിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, മോട്ടോട്ടോ എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ്. അവിടെ 2 സർവീസ് വണ്ടി ചെയ്തിട്ടുള്ളത്. വണ്ടി നല്ല ക്വാളിറ്റിയാണ്. അമാനാട്ടായിട്ട് കൊണ്ട് ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണത്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ വണ്ടിയാണ്. എന്തായാലും ഇത് കിഷോറോടെ തന്നെ ചെയ്തതാണ്. ഞാൻ തന്നെ ചെയ്തത്. വീഡിയോ എടുത്തേക്കാൻ കാരണം വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വേറെ ക്ലെയിം ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള 2017 വണ്ടി. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്ക് 16-20 ഫുൾ കവർ ഇൻഷുറൻസ് കൂടി അടച്ചു കൊടുക്കാം. ഓൾറെഡി ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണ്. ഫുൾ കവർ ഇൻഷുറൻസോട് കൂടി 16,20,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള ക്രിസ്റ്റ G4 2017 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 15 ലക്ഷം വരെ ലോൺ കിട്ടും. 14 വരെ നമുക്ക് ലോൺ പ്രതീക്ഷിക്കാം. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനൊരു വണ്ടി ഞാൻ ആദ്യം കാണാം. കാരണം വേറൊന്നുമല്ല, സംഭവം ഉണ്ടായി കറക്റ്റാണ്. പക്ഷെ ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതെ, 2 ലക്ഷം ഓടിയ ഞാൻ ഇതുവരെ കണ്ടില്ല. 2 ലക്ഷം കിലോമീറ്റർ ഓടിയാൽ 50 കിലോമീറ്റർ ക്വാളിറ്റിയാണ്. 0 ക്ലൈമ വണ്ടി. അതേപോലെ മെക്കാനിക് ഭാഗം സൂപ്പർ മെക്കാനിക്.
അതുപോലെ സർവീസ് പക്കാ പ്രോപ്പർ കമ്പനി സർവീസാണ് വണ്ടി. ഫുള്ള് 2 lakh അപ്ഡേറ്റ് കമ്പനി സർവീസ്. അതിന് ക്വാളിറ്റി കാണിക്കാണ്ട് ഓടിക്കുമ്പോൾ ഫീൽ ഉണ്ട്. അതേപോലെ ക്ലച്ച് റിസ്ക്, ടൈമിംഗ് ചെയിൻ എല്ലാം കറക്റ്റ് സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ക്രെറ്റയാണ് KL11 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ? SX 2017 മോഡൽ വണ്ടി. SX അല്ലേ? SX വണ്ടി ഓപ്ഷനിൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്നുണ്ട്. ബട്ടർ സ്റ്റാർട്ട് ഉണ്ടാവില്ല. അതുപോലെ എന്താ പറയുക, കിലോമീറ്ററിൽ എൻ്റെ ഒരു പ്രശ്നം മാത്രമേ വണ്ടിയിൽ നമുക്ക് കാണാനുള്ളൂ. കിലോമീറ്റർ ശരി കൂടുതൽ ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. 2017 മോഡൽ വണ്ടി. ഓണർഷിപ്പ് സിംഗിള്. SX വണ്ടി 2 ലക്ഷം കിലോമീറ്റർ ഈ പറഞ്ഞ പോലെ കറക്റ്റ് കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഓടിക്കാനും ആ ഫീൽ ഇഞ്ചിൻ റൂമൊക്കെ കണ്ടാൽ നമ്മുടെ 60,000 കിലോമീറ്ററിൻ്റെ മുകളിൽ ഇഞ്ചിൻ റൂം കൂടി ഫീൽ ചെയ്യില്ല. നമ്മളിതിന് 740 നമ്മൾ വില പറയണത്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം നമുക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യും. 7,40,000 ചോദിക്കുന്നു. ഓക്കെ, 2017 SX ക്രെറ്റയാണ്. ഡീസൽ 2 lakh ഓടി. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഒന്ന് ഓടിച്ച് നോക്കുക, അതിൻ്റെ ഫീലിംഗ് ഉണ്ടെന്ന്. എല്ലാ ഇഷ്ടം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? ഇതൊരു 15-16 പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ഡസ്റ്ററാണ്. സാധാരണ ഇവിടെ ഇങ്ങനെ 1-2 ഡസ്റ്റർ ഒന്നുമല്ല, ഒരു മിനിമം ഒരു 7 കാണാം അല്ലേ? ആ കാലഘട്ടം മാറിപ്പോയി. ഇപ്പോൾ KL1 വണ്ടി തന്നെ. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2019 മോഡൽ വണ്ടിയാണ്. 19 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ്. ഒരു സർവീസ് പോലും പുറത്ത് ചെയ്തിട്ടില്ല. 85 അല്ല? അപ്ഡേറ്റ് കമ്പനി സർവീസ് കൊടുക്കുന്ന വണ്ടിയാണ്. RXS ആണ് ഇത് വേരിയന്റ് വരുന്നത്. 85 അല്ല? 85 19 20 വരെ അല്ലേ ഇത് ഇറങ്ങിയ? ഡസ്റ്റർ ലാസ്റ്റ് 20 വരെ അല്ലേ ഇറങ്ങിയ? 20 3-ാം മാസം വരെ ഡീസൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നെ പെട്രോൾ അല്ല? പിന്നെ പെട്രോൾ. ഓക്കെ, 85 മൈലേജും മെയിൻ്റനൻസും നല്ലോണം ലഭിക്കുന്ന. മെയിൻ്റനൻസ് കുറവായിരിക്കും മൈലേജ്. അതിന് മാത്രമല്ല, ശരിക്കും 1.20 സാധാരണ ഇതിൻ്റെ ബെൽറ്റ് മാറേണ്ടത്. ഇത് 60 മാറിയിട്ടില്ല. 60 മാറേണ്ട ആവശ്യം ശരിക്കും ഇതില്ല. ഇഷ്ടം 60 മാറിയിട്ടില്ല. സാധാരണ പഴയ വണ്ടിക്ക് 60 മാറണമായിരുന്നു. ഇത് മാറണ്ട. ടയർ അതുപോലെ 4 ടയർ 80% ടയർ ഭാഗങ്ങളുണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 770 നമ്മൾ വില ചോദിക്കുന്നത് എന്തെങ്കിലും മാറ്റി ചെയ്ത് കൊടുക്കാം. 2019 വണ്ടിയാണ്. 770 RXS ആണ് ഓപ്ഷൻ വരുന്നത്. 80,000 കിലോമീറ്റർ ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഓക്കെ, 6-6.25 ലോൺ കിട്ടും. അടുത്തൊരു S-Cross ആണ്. പഴയ ഷേപ്പ് KL62 രജിസ്ട്രേഷൻ. ഇതും ഡീസലാണ്. ഡീസൽ വണ്ടി 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ. ബട്ടർ സ്റ്റാർട്ടും അലൈവിലും കാര്യമൊക്കെ വരുന്ന സീറ്റാണ് വരുന്നത്. വണ്ടി വരുന്നത് സീറ്റ് ആൽഫ അല്ല? ആൽഫ തൊട്ട് താഴെ വരെ ബട്ടർ സ്റ്റാർട്ടും അലൈവിലും ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇല്ല ഒരു വണ്ടിയാണ്. റീപ്ലേസ്മെന്റുകളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിളാണ്. 2 പുത്തൻ ടയർ, 2 ടയർ 80% 2 ടയറും വണ്ടിക്കുള്ളത്. മെക്കാനിക്കും പെർഫെക്റ്റ് ആണ്. 1.4 വണ്ടി ഓടിയിട്ടുള്ളത്. 1.4 പ്രോപ്പർ കമ്പനിയിൽ സർവീസ് തുടങ്ങുന്ന വണ്ടി. നമുക്കത് 5.35 നമ്മൾ വില പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്തെങ്കിലും നോർമൽ വ്യത്യാസം നമുക്ക് വണ്ടി കൊടുക്കുകയും ചെയ്യും. 16 പറഞ്ഞത്? 15 മോഡൽ 16 രജിസ്ട്രേഷൻ 16 അത് തൊട്ടിട്ടാണ് ബാക്കി അങ്ങോട്ട് കണക്ക്. 15 വർഷത്തെ ടാക്സും കാര്യമൊക്കെ. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു ഫുൾ ലോണിന് കയറും ഏകദേശം കിട്ടും. അപ്പോൾ മൈലേജ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടും. നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി ഉണ്ട്. 1 എത്രയാണ് വരുന്നത്? 1.3 വരുന്നത്. 3 വരുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു 7 സീറ്ററാണ്. Ertiga KL63 രജിസ്ട്രേഷൻ. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തൊരു വണ്ടി. അതേപോലെ തന്നെ കിടിലൻ ടയേഴ്സും. അതെ, ടയറൊക്കെ പുത്തൻ ടയറാണ്. അതെ, എങ്ങനെയാണ് കാര്യങ്ങൾ? 2017 മോഡൽ ഹൈബ്രിഡ് വണ്ടി VDI. 17 മോഡൽ ഹൈബ്രിഡ് VDI വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ. 1.28 തൊട്ട് 1.4 വരെ കമ്പനിയിൽ സർവീസ് ഇല്ല വണ്ടി. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടൈമിംഗ് ചെയിനും ക്ലച്ച് ഡിസ്കൊക്കെ നിലവിൽ മാറിയിട്ടിരിക്കുന്ന വണ്ടി കൂടിയാണ്. ടൈമിംഗ് ചെയിനും മാറിയിട്ട് ക്ലച്ച് ഡിസ്ക് മാറിയിട്ടുണ്ട് വണ്ടി. നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി കൂടി ഉള്ള വണ്ടിയാണ്. VDI അല്ലേ പറഞ്ഞത്? VDI തന്നെ. VDI ഓപ്ഷൻ വണ്ടിയാണ്. ഓപ്ഷനാണ്. ഡബിൾ എയർ ബാഗും കാര്യമൊക്കെ വരുന്ന വണ്ടിയാണ്. 2017 VDI ഓപ്ഷനിൽ ഫുൾ സർവീസ് ഹിസ്റ്ററി വണ്ടിയാണ്. എന്താ പറയുക, 7 സീറ്ററിൽ അത്യാവശ്യം മൈലേജ് കിട്ടും. 7 സീറ്റർ ഡീസലാണ്. ഒരു 18 റേഞ്ചൊക്കെ എന്തായാലും കിട്ടുമായിരിക്കും അല്ലേ? 18 പോരാ. സാധാ വണ്ടി ഇങ്ങനെ 20 കിട്ടണം. ശരിക്കും 20 കിട്ടണം. ഹൈബ്രിഡ് അല്ലേ? ഓക്കെ, ഹൈബ്രിഡ് എഞ്ചിനുമാണ്. അപ്പോൾ 20 അടുത്ത് മൈലേജ് പ്രതീക്ഷിക്കാം. വേറെ ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമ്മളതിന് 6.70 പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. 6,70,000 രൂപയ്ക്ക് 2017 Ertiga VDI ഡീസൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 5.25 ലോണും കിട്ടും. 1 lakh കണ്ടാൽ ഏകദേശം ഇറക്കാൻ പറ്റുന്ന ഒരു ഡീസൽ 7 സീറ്റർ വാഹനമാണ്. നമ്മളിന്ന് ഓൾമോസ്റ്റ് കണ്ടത് ഡീസലാണ്.
ഇത് മാത്രമല്ല ഇവിടെ കാണിക്കാത്ത വണ്ടികൾ വേറെ ഉണ്ട്. സ്വിഫ്റ്റ് ഉണ്ട്, റിഡ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ വണ്ടികളുണ്ട് അല്ലേ? ഓട്ടോമാറ്റിക് ഡിസയർ, ആമിയോ ഓട്ടോമാറ്റിക് ഉണ്ട്, സ്വിഫ്റ്റ് 2018 ZX ഓട്ടോമാറ്റിക് ഉണ്ട്, ആമിയോ 2019 ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി അങ്ങനത്തെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഷോറൂം ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂർ ടൗണിൽ നിന്ന് നിലമ്പൂരിട്ട് 1 കിലോമീറ്റർ. അല്ല, നമ്മുടെ ഹോട്ടലിലെ സിറ്റി പാലസ് ബാർ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ബാക്കി നിങ്ങൾക്ക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ എല്ലാം ചെയ്തോളൂ, മറന്നു വേണ്ട. എല്ലാവരും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി കിഷോറേട്ടാ, നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.